പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് കാലത്ത് തന്നെ നമ്മൾ ബെഡിലേക്ക് കാലത്ത് തന്നെ എണീറ്റ് വരുന്ന സമയത്ത് ഫേസ്ബുക്കോ യൂട്യൂബോ എന്തോ എണീറ്റ് കഴിഞ്ഞ് മൊബൈലിൽ അലാം അടിച്ച് അലാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഒരു യൂട്യൂബിലൊരു മെസ്സേജ് കാണുകയാണ്. നമ്മുടെ നാട്ടിലുള്ളൊരു മകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ പ്രായത്തിനേക്കാളുമൊക്കെ വളരെ കുറവ് ഉള്ള ഒരു യുവതി, ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം ഒക്കെ വന്ന് ഹോസ്പിറ്റലിൽ വളരെ വിലയേറിയ ചികിത്സയൊക്കെ കഴിഞ്ഞ് റിസ്കി ആയിട്ടുള്ള ചികിത്സയാണ്. ആ ചികിത്സയുടെ ഇടയിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സും പല അസ്വസ്ഥതകളും ഒക്കെ വന്ന് അങ്ങനെ അതുപോലത്തെ ഒരു മെസ്സേജ്, വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ്. അപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് അവരോട് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കർത്താവ് എനിക്ക് കാണിച്ചു തന്ന വചന ഭാഗമാണിത്. ഐസയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവ വചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, പ്രൈസ് യു, പ്രൈസ് യു. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ ദൈവം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം, അത് എത്ര ആശ്വാസം പകരുന്ന കാര്യമാണ്. ഒരുപക്ഷെ നിരീശ്വരവാദികൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു സൗഭാഗ്യവും അതുതന്നെയാണ്. എല്ലാം ഞാൻ തന്നെ കൺട്രോൾ ചെയ്യും, എന്നെക്കൊണ്ട് എല്ലാം സാധിക്കുകയില്ല. എല്ലാം നന്നായിട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചില ചിന്തകൾ നമ്മളെ പിടികൂടുമെങ്കിലും നമ്മുടെ ജീവിതം നൗക കാറ്റിലും കോളിലും അകപ്പെടുമ്പോൾ നമ്മെ രക്ഷിക്കാൻ നമ്മുടെ ആബ്ബാ പിതാവുണ്ടെന്നുള്ള ആ മനോഹരമായ സത്യം എത്രമാത്രം ആശ്വാസപ്രദമാണ്. ഒരിക്കലും നമ്മൾ വീണു പോവുകയില്ല, അല്ലെങ്കിൽ വീണെടുത്ത് കിടക്കരുത്. വീണെടുത്ത് നിന്ന് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിൻ്റെ കരം നമ്മളെ താങ്ങി നിർത്തും. എല്ലാ ദുഃഖങ്ങളും ടെമ്പററിയാണ്. അതുപോലെ തന്നെ എല്ലാ സന്തോഷങ്ങളും ടെമ്പററിയാണ്. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെയും
സങ്കടത്തിൻ്റെയും ഇടയിലൂടെ അനുദിനം കടന്നു പോകുന്ന മനുഷ്യർക്ക് ഏറ്റവും പ്രത്യാശ നൽകുന്ന കാര്യം, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോടുകൂടെ എപ്പോഴുമുണ്ട്, നീ എന്നിൽ വിശ്വസിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന ഉറപ്പ്, കർത്താവ് നൽകുന്ന ആ ഉറപ്പ് എത്രമാത്രം ശുഭാപ്തി വിശ്വാസം നമുക്ക് നൽകും. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.